ഹലോ ഗൈസ്, വീണ്ടും മഴ നല്ല ശക്തമായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ പുഞ്ചയിലോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പുഞ്ചയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. നല്ല ആറ്റ് മീനുകൾ വന്ന് കയറിയിട്ടുണ്ടായിരിക്കും. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും വള്ളക്കാരൻ ചേട്ടനും അവിടെ വന്നിട്ടുണ്ട്. ചേട്ടനവിടെ വലവീശലും പരിപാടികളുമാണ്. ഞങ്ങളുടെ ചൂണ്ടയെടുത്ത് ഇറങ്ങി. എന്നിട്ട് അവിടെ കുറച്ച് നേരം നോക്കിയിരുന്നു വള്ളക്കാരൻ ചേട്ടനെ. ചേട്ടൻ നല്ല തകൃതിയിൽ വലവീശലും പരിപാടികളുമാണ്. ഞങ്ങൾ കുറേ നേരം അവിടെ അതങ്ങ് നോക്കി നിന്ന്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. നോക്കി നിന്നും അടുത്തപ്പോൾ ഞങ്ങൾ വീണ്ടും ചൂണ്ടയിടാൻ ഇറങ്ങി. ഫസ്റ്റ് മീനെ കിട്ടിയത് കുഞ്ഞാറ്റയ്ക്കാണ്. കുഞ്ഞാറ്റയ്ക്കൊരു കുഞ്ഞു മീനെ കിട്ടി. അവൾ അതിൻ്റെ സന്തോഷത്തിൽ അതിനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടൊരു മീനെ കിട്ടിയ പോലെ. രണ്ടാമത് വീണ്ടും അവൾക്കൊരു വരാലിനെയും കൂടെ കിട്ടി. ഞാനവിടെ സ്റ്റാൻഡാണ്. കുറേ നേരം ചൂണ്ടയിട്ടിട്ട് എനിക്കൊരു കുന്തത്തെ പോലും കിട്ടിയില്ല. പിന്നെ നോക്കുമ്പോൾ ഗായ്സ് ദാണ്ടൊരു മുഷി. ഇത്ര നേരത്തെ പരിശ്രമത്തിന് ശേഷം എനിക്കൊരു വലിയ മീനെ തന്നെ കിട്ടി. ഞങ്ങളുടെ നാട്ടിലിനെ മുഷി എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ അതിനെ നോക്കി ഷോ കാണിക്കലാണ് പരിപാടി. അപ്പോഴത്തേക്കും മഴ ദാണ്ട വീണ്ടും ശക്തിയായിട്ടുണ്ട് ഗായ്സ്. ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല, തണുപ്പും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ഇത്രയും മീനെയാണ് കിട്ടിയത് ഗൈസ്. ഇനി ഇതിനെ ഞങ്ങൾ വറുക്കാനാണ് തീരുമാനിച്ചത്. പിന്നെ അതിനെല്ലാം വെട്ടി ശരിയാക്കി ദാണ്ട ഞങ്ങൾ അടുപ്പിലിട്ട് വറുക്കാൻ തന്നെ തീരുമാനിച്ചു. എണ്ണയൊക്കെ ഒഴിച്ച് ദാണ്ട് മുളക് പൊടിയൊക്കെ തേച്ച് വറുക്കാൻ പോവാണ്. അങ്ങനെ മീൻ സെറ്റായി വരികയാണ്. മീൻ സെറ്റായി വന്നപ്പോൾ ഞങ്ങൾ കപ്പയും മോരുകറിയും മീൻ വറുത്തൊക്കെ കൂട്ടി നല്ലപോലെ ഇതങ്ങ് അടിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ എല്ലാവർക്കും